ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ലേ, അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ വാങ്ങിയ അമ്പഴങ്ങയാണ്. അത് ഞാൻ നല്ല ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാസത്തോളമായി ഇതിങ്ങനെ ഉപ്പിലിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്പഴങ്ങ ഇതൊരു പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അമ്പഴങ്ങ 4 കഷ്ണമായിട്ട് മുറിച്ചിടാം. അപ്പോൾ അമ്പഴങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇതേപോലെ എല്ലാ അമ്പഴങ്ങയും കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം അമ്പഴങ്ങ എല്ലാതും ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചീഞ്ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്ര കടുകിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചീഞ്ചട്ടി ചൂടായിരിക്കുന്ന സമയത്ത് ഇതേപോലെ കടുകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 കുറച്ച് കടുക് പൊട്ടിന്നിരിക്കും. എന്നാലും പരമാവധി അത് ചൂടായതിന് ശേഷം വേഗം എടുത്തോളൂ കേട്ടോ. പൊട്ടിക്കാൻ നിൽക്കരുത്. നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ചൂടാക്കി വെച്ചിട്ടുള്ള കടുകും ഉള്ള ഉലുവയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി കായം മൂപ്പിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് മൊത്തമായിട്ട് എണ്ണയിലാണ്, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായം മുരിഞ്ഞ് വരണം. അപ്പോൾ കായം മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 സൈഡും നമുക്കിങ്ങനെ മുരിച്ചെടുക്കാം. മറിച്ചിട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കായം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ചൂടാറിന് ശേഷം നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കായം മൂപ്പിച്ച എണ്ണയാണ് കേട്ടോ. അതിലേക്കാണ് എക്സ്ട്രാ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായി വരണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്കാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഈ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ എണ്ണയ്ക്ക് ഒരു നല്ലൊരു കുത്തുന്ന സ്മെല്ലുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കി എടുക്കുന്നത്.
അപ്പോൾ എണ്ണ നല്ല പോലെ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പം ഈ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ ചൂടാറിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഈ എണ്ണയുടെ ചൂട് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അത് മുളക് പൊടി ഇതൊക്കെ മൂക്കാനുള്ള ആ ഒരു ചൂട് എണ്ണയ്ക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലെയിമും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ചൂടിൽ തന്നെ ഇത് മൂപ്പിച്ചെടുക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ ആ ചൂടിൽ തന്നെ ആ എണ്ണയുടെ ചൂടിൽ തന്നെ മൂത്ത് കിട്ടും കേട്ടോ. അപ്പം മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ ആറണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ചൂടാറാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചൂടാറിയതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിൻ്റെ എല്ലാം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിൽ തീരെ വെള്ളം നനവ് പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ തുടച്ച് കൊടുത്ത നനവ് മാറ്റണം. ഇത് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ പൊടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇത് ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും കായും ഉലുവയും പൊടിച്ചിട്ടുള്ളത് ഞാൻ അമ്പഴങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളകും മഞ്ഞൾപ്പൊടിയും നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ മുളകൊക്കെ മൂപ്പിച്ച് ഈ ചീഞ്ചട്ടി ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വിനാഗിരി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചീഞ്ചട്ടിയുടെ സൈഡിലുള്ളതൊക്കെ അതുപോലെ ഇങ്ങനെ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനാഗിരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് അമ്പഴങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വിനാഗിരി ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതേപോലെ അല്ലികളാക്കിയിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ വെളുത്തുള്ളി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ വെളുത്തുള്ളി ഈ അമ്പഴങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അമ്പഴങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്പഴങ്ങ നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഉപ്പിലിട്ട അമ്പഴങ്ങയാണ് ഞാൻ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അമ്പഴങ്ങയിൽ ഉപ്പിലിട്ട കാരണം ഉപ്പുണ്ട്. അപ്പോൾ അതിന് മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഉപ്പാണ് കേട്ടോ ഇപ്പോൾ അച്ചാറിൻ്റെ മസാലയിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചാർ ഇട്ടതിന് ശേഷം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോഴാണ് ഉപ്പും പുളിയും എല്ലാതും ആ മസാലയും അമ്പഴങ്ങയൊക്കെ ആയിട്ട് കൂടിച്ചേരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അമ്പഴങ്ങ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.